എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാവിലെ തന്നെ ഇന്നിപ്പോൾ ഊബർ ഇറങ്ങിയതാണ്. പക്ഷേ വളരെ ശോകമവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ശോകാവസ്ഥ. ഇന്നെന്താണെന്ന് അറിയത്തില്ല. ഓരോ ഓട്ടോ ഒന്നല്ല, അങ്ങനെ സാധാരണ കിട്ടുന്ന പോലെ വലിയ ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഒരു ഗസ്റ്റിനെ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത് സി ട്രെയിൻ സ്റ്റേഷനിലാണ് ഡ്രോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടം കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുക. പക്ഷേ ഇതേപോലെ ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഓർത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ആ കഥ കാണിച്ചു തരാമെന്ന് കണ്ടു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു സി ട്രെയിൻ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്ന കണ്ടില്ലേ നിങ്ങൾ? കണ്ടോ? അപ്പോൾ ഈ സി ട്രെയിൻ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം, ഡൗൺ ടൗണിലേക്കൊക്കെ പോകണമെങ്കിൽ ഡൗൺ ടൗണൊക്കെ ഭയങ്കര ട്രാഫിക് ആയിട്ടുള്ളൊരു ഏരിയ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഡൗൺ ടൗൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാർ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ട്രെയിനിൽ കയറി പോവാം. ഡൗൺ ടൗണിനകത്താണെന്നുണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ട കാര്യവുമില്ല. പിന്നെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമ്മളിപ്പോൾ ബസ് ഇപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ബസ്സിനാണ് പോകാൻ തോന്നണമെന്നുണ്ടെങ്കിൽ ഇതേണ്ടോ അവിടെയായിട്ട് ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറ്റത്ത് ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് കളറിൽ. അല്ല, നമുക്ക് ട്രെയിനിന് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ട്രെയിനിന് ഇവിടെ നിന്ന് പോവുകയും ചെയ്യാം. അപ്പോൾ നോട്ട് ദ പോയിൻറ്റ്, ഡൗൺ ടൗണിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല സി ട്രെയിൻ സ്റ്റേഷനിൽ. അപ്പോൾ പലരും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഡൗൺ ടൗണിനടുത്ത് വരെ അവർ ട്രെയിനിന് കാറിന് പോകും. അതിന് തൊട്ട് ഈ ഫ്രീ ടിക്കറ്റ് തുടങ്ങണ സ്റ്റേഷന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേഷനിൽ അവർ കാറ് പാർക്ക് ചെയ്തിട്ട് അവർ പിന്നെ ട്രെയിനിൽ കയറി പോകും. അങ്ങനെയാണ് ഞാൻ കുറച്ച് പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ ഇപ്പോൾ അതേ ആ ട്രെയിൻ ഇപ്പോൾ അവിടെ നിന്ന് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയും ഇത് ഒരുപാട് പൈസയൊന്നും ആവത്തില്ല. പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ട്രാഫിക്കിൽ കിടന്ന് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ചില സമയത്തൊക്കെ ഞാൻ ബസ് യാടിക്കൊണ്ടിട്ടിട്ട് തിരിച്ചു വരുന്നത് ചിലപ്പോൾ ഈ സി ട്രെയിൻ കയറി ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ സി ട്രെയിൻ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ബസ് തൊട്ട് വാതിക്കൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് സമയമൊക്കെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അത് നോക്കി നമ്മൾ ഇറങ്ങിയേച്ചാൽ മതി. ബസ്സിലോ ട്രെയിനിലോ ഒക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്പിൽ നിന്നും ടിക്കറ്റ് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ കാണുന്ന ബൈ ടിക്കറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വേറൊരു പേജിലേക്ക് വരും. അതിനകത്ത് അഡൾട്ട്സ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അഡൾട്ട്സിന് ഏകദേശം $3.80 ടിക്കറ്റ് നിരക്ക് വരുന്നത്. നമ്മളിപ്പോൾ കൂടുതൽ പേരുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ആഡ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ QR കോഡായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഈ ടിക്കറ്റിന് ഏകദേശം 7 days വാലിഡിറ്റി ഉണ്ട്. ആക്ടിവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ യൂത്തിനും ഏകദേശം സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ യൂത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും യൂത്തിന് ഏകദേശം $2.55 റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ അഡൾട്ടിന് എങ്ങനെ പർച്ചേസ് ചെയ്ത് സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഈ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു QR കോഡാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് ഒരു വട്ടം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ മാത്രമാണ് ആ ടിക്കറ്റിന് വാലിഡിറ്റി ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബസ്സോ ട്രെയിനോ വരുന്നതിന് തൊട്ട് മുന്നേ മാത്രം ഇത് ആക്ടിവേറ്റ് ചെയ്താൽ മതിയാകും. ഇത് ഈ ബസ്സിലും ട്രെയിനിലും ഈ സെയിം ടിക്കറ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനും സാധിക്കും 1.5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ. ഞാനിപ്പോൾ കാൽഗറിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാൽഗറിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്യാവശ്യം മോശമല്ലെന്ന് ഞാൻ പറയും. കാരണം മോശമല്ലാത്ത നല്ലൊരു സർവീസാണ് സമ്മറിൽ. വിൻ്ററിലെ കാര്യം ഞാൻ പറയില്ല. കാരണം വിൻ്ററിൽ നമുക്കൊരിക്കലും ഇവിടുത്തെ സർവീസ് ബെസ്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബസ് സർവീസ് കുറവായിരിക്കും ആ സമയത്ത്. അതേപോലെ തന്നെ പല റോഡുകളിലും ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓൺ ടൈമിന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും എത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിൻ്ററിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ സമ്മറിൽ ബസ് സർവീസ് ബെസ്റ്റാണ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബസ്സിനാണെങ്കിലും വന്നിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ട്രെയിൻ കയറി പോവാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ കാറിന് വന്നാലും കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രെയിനിനോ ബസ്സിനോ കയറി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സർവീസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ.